ഓരോ ടെസ്റ്റ് എഴുതുന്ന സമയത്തും ഓരോ ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷവും ഓരോ ടെസ്റ്റിലെ ഓരോ ക്വസ്റ്റ്യൻസും എങ്ങനെയാണ് ഫെയിലായത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് തെറ്റിപ്പോയതെന്നുള്ളതും, അല്ലെങ്കിൽ എന്തുകൊണ്ട് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതും ഓരോ ക്വസ്റ്റിനും അനലൈസ് ചെയ്ത് നമ്മൾ സ്വന്തമായൊരു ഫീഡ്ബാക്ക് എടുത്തതിന് ശേഷം ഇവിടെ ഓരോ വിദ്യാർത്ഥിയും മെൻറ്റേഴ്സിനെ ഓരോ ടൈം അലോട്ട് ചെയ്ത് കണ്ടിട്ടുണ്ട്. അങ്ങനെ ആ ഒരു പേഴ്സണൽ ഫീഡ്ബാക്കിന് ശേഷമാണ് ഓരോ വിദ്യാർത്ഥിയും പ്രിലിംസ് എന്ന ആ ഒരു ഫൈനൽ പോയിന്റിലേക്ക് എത്തിയത്. അതായത് അവരുടെ ഓരോ ഫെയിലിയർ പോയിന്റ്സും ഐഡൻറ്റിഫൈ ചെയ്ത് അത് റെക്ടിഫൈ ചെയ്തതിന് ശേഷമാണ് പ്രിലിംസ് എന്ന പോയിന്റിലേക്ക് എത്തുന്നത്. അതിനുശേഷം ഞാൻ പ്രിലിംസ് എഴുതുന്നു. പക്ഷേ പ്രിലിംസ് എഴുതിയപ്പോൾ ഞാൻ കോൺഫിഡൻ്റ് ആണ്. കാരണം CSAT അല്ലെങ്കിൽ ജനറൽ സയൻസിൻ്റെ ഫസ്റ്റ് പേപ്പറോ ബുദ്ധിമുട്ടിച്ചു എന്നെനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാൻ കണ്ടിട്ടുള്ളതും ഞാൻ പരിചയിച്ചതും, ഞാൻ 25ഓളം ടെസ്റ്റുകളിൽ ഞാൻ പരിചയിച്ച ക്വസ്റ്റ്യൻസാണ് ബേസിക്കലി അവിടെ ചോദിച്ചത്. അതേപോലെ ചോദിച്ചു എന്നല്ല പറയുന്നത്, പക്ഷേ ആ ക്വസ്റ്റ്യൻസ് എങ്ങനെ ചോദിച്ചാലും അതിന് ടാക്കിൾ ചെയ്യാനുള്ള കോൺഫിഡൻസ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് 2024 പ്രിലിംസ് ഞാൻ ക്വാളിഫൈ ചെയ്യുന്നത്.